ഹലോ, നിങ്ങൾ ടൈറ്റിലും തമ്മിലും കണ്ടിട്ടുണ്ടാകും. അതെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ദ ബെസ്റ്റ് ഫോൺ അണ്ടർ 15K ആണ്. അതായത് നമ്മൾ രണ്ട് ഫോൺ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. 15Kയിൽ കുറെ ഫോണുകൾ നോക്കിയതിൽ എനിക്കിഷ്ടപ്പെട്ട രണ്ട് ഫോണാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ ഫോൺസിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും സെയിം ആണ്, എന്നാലും ചില കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. ഈ ഫോൺസ് കൂടുതലായും ചേരുന്നത് സ്റ്റുഡൻസിനാവും. നിങ്ങൾക്ക് ഈ ഫോണിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യാം, അത്യാവശ്യം നന്നായി ഗെയിംസും കളിക്കാം. സ്റ്റുഡൻസ് അല്ലാത്തവർക്കും ഈ ഫോൺ യൂസ് ചെയ്യാം, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കാതെ ലെറ്റ്സ് ആദ്യം 5 തിങ്സ്. അപ്പോൾ ആദ്യം തന്നെ എന്തുകൊണ്ട് ഈ രണ്ട് ഫോൺസ് തിരഞ്ഞെടുത്തു, ബാക്കിയുള്ള ഫോൺസ് എന്താ നോക്കാത്തെ? ഈ രണ്ട് ചോദ്യം ഞാൻ ആദ്യം ക്ലിയർ ചെയ്യാം. ഈ രണ്ട് ഫോൺസ് തിരഞ്ഞെടുക്കാൻ കാരണം ഞാൻ കുറെ ഫോൺസ് അണ്ടർ 50K റേഞ്ചിൽ നോക്കി. അതിലെനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയ രണ്ട് ഫോൺസ് ആണ് ഇത് രണ്ടും. ഇനി മറ്റു ഫോൺസ് മോശമായത് കൊണ്ടൊന്നല്ല നോക്കാത്തത്, അവയേക്കാൾ മികച്ച ഏകദേശം സെയിം സ്പെക്സ് ഉള്ള രണ്ട് ഫോൺസ് ആണിത്. ഇനി നമുക്ക് രണ്ട് ഫോണിനെയും കമ്പയർ ചെയ്യാം. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് മറ്റേത് പറഞ്ഞിട്ടൊന്നും കമ്പയർ ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. ഫസ്റ്റ്, ഡിസൈൻ ആൻഡ് ബിൽഡ്. രണ്ട് ഫോൺസും പ്ലാസ്റ്റിക് ബിൽഡിലാണ് വരുന്നത്. ഇതിൽ നാർസോ 70 ടർബോ മറ്റേ CMFന്റെ ഫോൺ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി തിന്നും ലൈറ്റ് വെയിറ്റുമാണ്. ഇതിന്റെ തിക്നെസ് വരുന്നത് 7.6 mm ആണ്. പിന്നെ വെയിറ്റ് വരുന്നത് 185 grams ആണ് വിത്ത് OLED സ്പോർട്സ് സ്ക്രീൻ. പിന്നെ CMF ഫോൺ 1ന് കുറച്ചുകൂടി കട്ടി കൂടുതലാണ്, വെയിറ്റും ഏകദേശം 200 gram വരും. തിക്നെസ് എന്ന് പറയുന്നത് 8.2 mm ആണ്. പക്ഷെ നിങ്ങൾക്കറിയാലോ, CMF ഫോൺ യൂണീക്ക് ഡിസൈനിലാണ് വരുന്നത്. പിന്നെ ബാക്ക് മാറ്റി ഇടാം, അറിയാലോ. പിന്നെ ആക്സസറീസും ഇടാം. എന്നാലും കുറച്ചും കൂടി ഹോൾഡിംഗ് ചെയ്യുമ്പോൾ ഇൻ ഹാൻഡ് ഫീൽ കിട്ടുന്നത് റിയൽമിക്ക് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം നോക്കാം, ഡിസ്പ്ലേ. രണ്ട് ഫോൺസിന്റെയും ഡിസ്പ്ലേ എന്ന് പറയുന്നത് AMOLED 120 Hz റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. റിയൽമിയുടെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 2000 nits പീക്ക് ബ്രൈറ്റ്നസും ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് വരുന്നത് 600 nitsമാണ്. പിന്നെ CMFന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2000 nits തന്നെയാണ്. പിന്നെ ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് വരുന്നത് 500 nits ആണ്. ഇതിൽ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് റിയൽമി ആണ്. ഇനി പെർഫോമൻസ് ആൻഡ് ഹാർഡ്വെയർ നോക്കാം. രണ്ട് ഫോൺസും MediaTekന്റെ 7300 ചിപ്സെറ്റ് വെച്ചാണ് വരുന്നത്. പിന്നെ പേരിൽ ചെറിയ വ്യത്യാസമുണ്ടെങ്കിലും രണ്ടും സെയിം ചിപ്സെറ്റ് തന്നെയാണ്. നാർസോയുടെ വേരിയൻസ് വരുന്നത് 6, 8, 12GB റാംസ് വേരിയന്റിലാണ്. CMFന്റെ വേരിയൻസ് വരുന്നത് 6, 8GB വേരിയൻസ് ആണ്. പിന്നെ സ്റ്റോറേജ് ടൈപ്പ് UFS സെയിം ആണ്, 3.1 തന്നെയാണ്. രണ്ട് ഫോൺസും Android 14ലാണ് വരുന്നത്. ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ റിയൽമി ആണ് കുറച്ചും കൂടി ഗെയിമിങ്ങിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ഫോൺ. സോ ഞാൻ റിയൽമി ആണ് പെർഫോമൻസിൽ റെക്കമെൻഡ് ചെയ്യുക. മറ്റ് ഡെയിലി ടാസ്കിൽ രണ്ട് ഫോൺസും കിടിലൻ പെർഫോമൻസ് ആണ് തരുന്നത്, നോ ഇഷ്യൂ. നാലാമത്തെ കാര്യമായ ബാറ്ററി ആൻഡ് ചാർജിങ് നോക്കാം. രണ്ട് ഫോൺസിനും 5000 mAh ബാറ്ററിയാണ് വരുന്നത്. പക്ഷേ റിയൽമി 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും CMFൽ 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറുമാണ് വരുന്നത്. റിയൽമിയിൽ 50% ചാർജ് ആകാൻ 30 മിനിറ്റ് മതി. 0 to 100 ഏകദേശം 1 മണിക്കൂറിനുള്ളിലാകും. CMFൽ 0 to 100 1 മണിക്കൂറും 12 മിനിറ്റിലും ആകും. റിയൽമിയിൽ ചാർജർ പെട്ടിക്കുള്ളിൽ വരുന്നുണ്ട്, എന്നാൽ CMFൽ അതില്ല. ഇനി ക്യാമറ ആൻഡ് ഓഡിയോ നോക്കാം. പിന്നെ രണ്ട് ഫോൺസിനും 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ ആണ് വരുന്നത് വിത്ത് 2 MP ഡെപ്ത് സെൻസർ പ്ലസ് 16 MP ഫ്രണ്ട് ഷൂട്ടർ. ഇതിൽ ബെറ്റർ ക്യാമറ അറിയാലോ, ഓബിയസ്ലി CMFന്റെ ആണ്. സോളിഡ് പെർഫോമൻസും സ്റ്റേബിൾ വീഡിയോസും കിട്ടും. റിയൽമിയുടെ ക്യാമറ CMFന്റെ അത്ര വരില്ലെങ്കിലും മോശമല്ലാത്ത ഒരു പെർഫോമൻസ് ആണ് തരുന്നത്. ഇനി ഓഡിയോ നോക്കുകയാണെങ്കിൽ രണ്ട് ഫോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ല ക്വാളിറ്റി ഓഡിയോസ് തന്നെയാണ്. പക്ഷേ റിയൽമിയിൽ സ്റ്റീരിയോ സ്പീക്കർ ഉണ്ട്, CMFൽ അതില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ ലൗഡ് റിയൽമി ആണ്. ഇനി നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സ് ആൻഡ് സോഫ്റ്റ്വെയർ നോക്കാം. റിയൽമി നാർസോയിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കൂളിംഗ് സിസ്റ്റം ഉണ്ട്. 3.5 mmന്റെ ഓഡിയോ ജാക്കും വരുന്നുണ്ട്. ഇത് ഗെയിമേഴ്സിന് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കാം. പിന്നെ CMFൽ മൈക്രോ SD സപ്പോർട്ട് ചെയ്യും. 2 TB വരെ ഇതിൽ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ അറിയാലോ, നത്തിങ് ആണ്, സോഫ്റ്റ്വെയർ കിഡിലനാണ്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് തരുന്നത്. നത്തിങ് വോയിസ് ഇഷ്ടമുള്ളവർക്ക് CMF തിരഞ്ഞെടുക്കാം. ഇനി നമുക്കൊരു കൺക്ലൂഷനിലെത്തി ഏതാ വാങ്ങേണ്ടതെന്ന് ചോദിച്ചാൽ ഈ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽമി നാർസോ 70 ടർബോ എടുക്കാം. ഒന്നാമത്തെ കാര്യമാണ് ഫാസ്റ്റ് ചാർജ്, രണ്ടാമത്തെ കാര്യമാണ് ഹെഡ്ഫോൺ ജാക്ക്, മൂന്നാമത്തെ കാര്യമാണ് സ്റ്റീരിയോ സ്പീക്കേഴ്സും പിന്നെ കൂളിംഗ് സിസ്റ്റം. ഇനി ഈ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് CMF ഫോൺ എടുക്കാം. ആ കാര്യങ്ങളാണ്: 1, ക്ലീൻ സോഫ്റ്റ്വെയറും കസ്റ്റമൈസബിൾ OS-ഉം; 2, എക്സ്പാൻഡബിൾ സ്റ്റോറേജും മോഡുലാർ ബാക്കും, അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഫാൻസി ആയി ബാക്ക് മാറ്റി ഉപയോഗിക്കാം; 3, സോളിഡ് ക്യാമറ പെർഫോമൻസ്. ഇനി എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ രണ്ട് ഫോൺസും 50Kന്റെ അണ്ടറിൽ അടിപൊളി ഫോൺസ് ആണ്. ഗെയിംസ് കളിക്കാൻ കുറച്ചുകൂടി നല്ല ഫോൺ എനിക്ക് തോന്നുന്നത് റിയൽമി നാർസോ
70 ടർബോ ആണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ക്യാമറ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും പിന്നെ യുണീക്ക് ഡിസൈൻസും ഇതൊക്കെയാണ് വേണ്ടതെങ്കിൽ CMF ഫോൺ 1 എടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾ ഫോൺ എടുക്കാതിരിക്കുക. കാരണം ഞാൻ ഇതിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ രണ്ട് ഫോൺസിന്റെയും സെപ്പറേറ്റ് റിവ്യൂസ് കാണുന്നതാണ് നല്ലത്. കാരണം അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി അവർ പറയുന്നുണ്ടാക്കും. ഞാൻ ഇതിൽ അത്രയും ഡീറ്റെയിൽ പറയുന്നില്ല. ഇത് ജസ്റ്റ് ഒരു കമ്പാരിസൺ മാത്രമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.